Welcome to Niagara Falls of Kashmir. Hi everyone. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അഹർബൽ എന്നൊരു സ്ഥലത്താണ്. കശ്മീരിന്റെ നയാഗ്ര ഫാൾസ് എന്ന് അറിയപ്പെടുന്ന അഹർബൽ. ഇത് വരുന്നത് കുൽഗാം ഡിസ്ട്രിക്ട് ഏരിയയിലാണ്. ഏകദേശം 80 കിലോമീറ്റേഴ്സ് ശ്രീനഗറിൽ നിന്ന് ഡ്രൈവ് ഉണ്ട്. ഇത് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഈ വാട്ടർഫോളിന് ചേർന്ന് തന്നെ ഒരു പാർക്കുണ്ട്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ. അധികം ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ല. കാശ്മീരുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ജുഗു അല്ലേ? ആണ്. മേ ബി ആർമി ബേസ്ഡ് ആൾക്കാർക്ക് അറിയായിരിക്കും. ഇതാണ് വാട്ടർഫോളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാർക്ക്. ഷാ പാർക്ക് എന്ന് പറയും. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് വാട്ടർഫോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് നല്ല സീനറി ഉണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇവിടെ വന്നാൽ. ഇതിവിടുത്തെ ഹോം സ്റ്റേ ആണ്. ഇവിടെ ബാക്കിയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പോലെ ഒത്തിരി ഹോം സ്റ്റേയും ഹോട്ടലും ഫെസിലിറ്റീസും ഒന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ ഫ്യൂച്ചറിൽ വരാം. എന്നാലും നിങ്ങളിവിടെ ഫേമസ് അല്ല, കേട്ടിട്ടില്ല എന്നൊക്കെ കരുതി ആരും വരാതിരിക്കരുത്. ഇത് ഇവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സൂപ്പറാണ് ഈ പ്ലേസ് എന്നുള്ളത്. ഒരു ഹിഡൻ പ്ലേസ് പോലെയാണ് ഇത് അഹർബൽ. ഇവിടെ വന്ന് കാണുന്നവരെ ഞാനും വിചാരിച്ചിട്ടില്ല ഇത്രയും അടിപൊളി സ്ഥലമായിരിക്കും അഹർബൽ എന്ന്. ശരിക്കും ഒരു കാണേണ്ട കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണിത്. സോ എല്ലാവരും ഇവിടെ വന്ന് ഇത് കാണണം. എന്നിട്ട് എനിക്ക് താങ്ക്സ് പറയണം. യുവർ ലൈഫ് ഈസ് മോർ വാല്യുബിൾ ദാൻ എ സെൽഫി. ഇവിടെ കുറേ പേരിങ്ങനെ സെൽഫി എടുത്തിട്ട് വീണിട്ടുണ്ട്. അതിനുശേഷം അവർ ആക്ച്വലി ഇത് ബിൽഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചേക്കുന്നത്. ഇതാണ് ശരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോൾ ഉള്ള ഒരു വഴിയാണിത്. കമ്പി വെച്ചിട്ടാണ് അവരുണ്ടാക്കിയേക്കുന്നത്. ഇതിനടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. മൊബൈലൊക്കെ താഴെ വീണാൽ വെള്ളത്തിൽ പോകും.
പിന്നെ എടുക്കാൻ പറ്റത്തില്ല. Yeah, it's drinking water. It's as pure as Aquafresh. ഈ പാറകൾക്കിടയിൽ നിന്ന് വരുന്ന ഈ വെള്ളമാണ് പ്യുവർ ആണെന്നാണ് ഇവർ പറയുന്നത്. കുടിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. കണ്ടോ, ഭയങ്കര ക്ലിയർ ആണ് ആ വാട്ടർ. Drink water? Woo, baby. Bye, we are going. Bye. Come. അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ അവർ നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഈ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ്. അതേപോലെ ഈ കാണുന്ന അവിടെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ചെറിയൊരു വഴിയുണ്ട്, ഡേഞ്ചറാണ്. ഇവിടെ വീണാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല. കുറേ പേര് ഇവിടെ സൂയിസൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. കശ്മീരിലെ ഏറ്റവും ഹയസ്റ്റ് വാട്ടർഫാളാണ് ഈ അഹർബൽ എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ ഒറിജിൻ കോൺസർനാഗ് ലേക്ക് എന്ന് പറയും. 3900 മീറ്റേഴ്സ് ഹൈറ്റിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു ലേക്കാണത്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് ട്രെക്കിങ്ങും ചെയ്യാൻ പറ്റും. ഈ വെള്ളത്തിന് ഒരു നീല കളറാണ്. ഇവിടെ നിന്ന് സംസാരിക്കുവാണെങ്കിൽ കേൾക്കത്തില്ല, അത്രയ്ക്കും ഫോഴ്സിലാണ് ഈ വെള്ളം വീഴുന്നത്. ഓട്ടം സീസണിൽ പൊതുവെ കുറവാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക്. ജൂൺ ജൂലൈ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. സോ ഇവിടെ വരുവാണെങ്കിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ വരിക. ഇവിടെ നിൽക്കുന്ന ഇവിടെ ഒരു ചെറിയൊരു ഹട്ട് പോലുണ്ട്. ഇവിടെ മിക്കവാറും എല്ലാ ദിവസങ്ങളും ഇവിടെ റെയിനിങ് ആയിരിക്കും. അപ്പം ഇങ്ങനെ മഴയൊക്കെ വരുമ്പം വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെറിയൊരു ഹട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഇത് വാട്ടർഫോളിനോട് ചേർന്ന് തന്നെയാണ് ഈ സംഭവം. ഇനി നമുക്ക് ഇതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോകാം. ഇപ്പം നമ്മൾ വ്യൂ പോയിന്റിലാണുള്ളത്. ഇവിടെ നിന്നും നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റും. സ്റ്റെപ്പ് കയറി തളർന്നു. നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. നിങ്ങൾ കശ്മീരിൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഇൻക്ലൂഡ് ചെയ്യുക. അഹർബൽ എന്ന് പറയും. കുൽഗാം ഡിസ്ട്രിക്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ശ്രീനഗറിൽ നിന്നൊരു 80 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് ശരിക്കും വർത്ത് ഓഫ് കമ്മിങ്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഈ പ്ലേസ്. നിങ്ങൾ ഈ ടോപ്പ് ലിസ്റ്റിലുള്ള ഗുൽമാർഗും പഹൽഗാമൊക്കെ പോകുന്ന ആ ഇൻട്രസ്റ്റ് ഇങ്ങോട്ടും കാണിക്കണം വരാൻ. ഇത് കശ്മീർ ടൂറിസമൊക്കെ നോക്കുമ്പോൾ നമ്മൾ അഹർബലിന് അത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല. ഇവിടെ ഡെവലപ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ബാക്കിയുള്ള പ്ലേസിനെ അപേക്ഷിച്ച്. അതേപോലെ ഇത് ശ്രീനഗറിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് ടൂറിസ്റ്റുകൾ അധികം വരുന്നില്ല. അതേപോലെ ആർക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. കശ്മീരികൾക്കും അതേപോലെ ജമ്മു ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ്സ്, പഞ്ചാബീസ്, ഹിമാചൽ, അവർക്കൊക്കെ ഈ ഒരു അഹർബൽ എന്നുള്ള പ്ലേസിനെ കുറിച്ച് അറിയത്തുള്ളൂ. അതുകൊണ്ട് അധികം റഷും ഇല്ല ഇവിടെ.
വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ അവിടെ കണ്ടതിനെക്കാട്ടി നല്ല കാഴ്ചകളാണ് ഈ പോകുന്ന വഴിയിലൊക്കെ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് ഈ സ്ഥലം കാണണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.